ഹായ് മൈ ഡിയേഴ്സ്, എല്ലാവർക്കും യൂണിവേഴ്സ് അറൌണ്ട് ദേവ്സ് 111ന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ദേവശ്രീ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കൊരു കാര്യം അറിയോ, ഇപ്പൊ നമ്മൾ ജീവിക്കുന്ന ലൈഫ് ഉണ്ടല്ലോ, നമ്മുടെ പഴയ ചിന്തകളുടെയൊക്കെ റിസൾട്ടാണ്. അതായത് ഇപ്പോഴത്തെ ലൈഫ് സിറ്റുവേഷൻസും ആളുകളെയും ചുറ്റുപാടുകളെയും ഒക്കെ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ നിരന്തരം ചിന്തിച്ചു കൂട്ടിയ ചിന്തകളിലൂടെ അട്രാക്ട് ചെയ്തതാണ്. നമ്മളുടെ ചിന്തകളും അല്ലെങ്കിൽ അവയുടെ ഇമോഷൻസിനെയും അതിനെ ഫോളോ ചെയ്തു വരുന്ന ആക്ഷൻസും കൊണ്ട് റിയാലിറ്റി ആക്കി മാറ്റുന്നതാണ് മാനിഫെസ്റ്റേഷൻ എന്നറിയാമല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു മിനിറ്റ് ഒന്ന് ആലോചിച്ച് നോക്കേ, നിങ്ങളിപ്പോൾ എന്തൊക്കെയാണ് ചിന്തിക്കുന്നതെന്ന്. അതിൽ എത്ര ശതമാനം സ്വപ്നങ്ങൾക്ക് അനുകൂലമാണെന്നും അല്ലെങ്കിൽ എത്ര ശതമാനം നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നതുമാണെന്നും. കാരണം ഇന്നത്തെ ചിന്തകൾ തന്നെയാണ് നാളത്തെ ജീവിതത്തിന്റെ വിത്തുകൾ. അപ്പൊ ഇന്ന് നിങ്ങളിലൂടെ കടന്നു പോകുന്നത് നെഗറ്റീവ് ചിന്തകളും അല്ലെങ്കിൽ നെഗറ്റീവ് ഇമോഷൻസുകളുമാണെങ്കിൽ അതിനെ പൂർണ്ണമായും മാറ്റിയെടുത്ത് അവിടെ നല്ലതായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള നിങ്ങളുടെ സക്സസ്ഫുൾ ഫ്യൂച്ചറിലേക്ക് ഉപകാരപ്പെടുന്ന ചിന്തകളെ റീപ്ലേസ് ചെയ്താലേ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് നമ്മളുടെ റിയാലിറ്റിയിലേക്ക് എത്തുകയുള്ളൂ. പക്ഷെ എങ്ങനെയാണ് നമുക്ക് നെഗറ്റീവ് ചിന്തകളെ മാറ്റിയെടുക്കാൻ പറ്റുന്നത്? അതിനാദ്യം വേണ്ടതെന്ന് വെച്ചാൽ നമ്മളുടെ മനസ്സിൽ ഒളിഞ്ഞു കിടക്കുന്നതോ അല്ലെങ്കിൽ ഉറഞ്ഞു പോയതോ ആയിട്ടുള്ള നെഗറ്റീവ് തോട്ട്സുകളെ തിരിച്ചറിയുക എന്നതാണ്. ശേഷം അവയെ ബോധപൂർവം റിലീസ് ചെയ്യുക. അവയുടെ സ്ഥാനത്ത് പുതിയ എംപവറിംഗ് ആയിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള തോട്ട്സുകളെ നട്ടു വളർത്തുക. ഒരു പൊളിച്ചെഴുത്ത്, എന്താണ് റീക്രിയേറ്റ് യുവർ സെൽഫ് എന്നൊക്കെ പറയില്ലേ, അത് തന്നെ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ചിന്തകളെ ഏറ്റവും എഫക്റ്റീവായിട്ട് അല്ലെങ്കിൽ ഒരാളുടെ പോലും ഹെൽപ്പില്ലാതെ സ്വയം മാറ്റിയെടുക്കാനുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള പക്ഷെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റിംഗ് ടെക്നിക്കാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ആവശ്യമുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒപ്പം ഇത്തരം നല്ല ടോപ്പിക്സുകൾ ആവശ്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പ്രാക്ടീസിലേക്ക് പോകാം. സ്ക്രിപ്റ്റിംഗ് പ്രാക്ടീസ് ആണ്. അപ്പോൾ ഒരു പേപ്പർ വേണം. ഒരു ജേർണലിംഗ് എഴുതുന്ന ആളാണെങ്കിൽ ജേർണൽ ബുക്ക് തന്നെ മതിയാകും. അതുപോലെ ഒരു പേനയും വേണം. ഇനി നമ്മൾക്ക് സമാധാനമായിട്ട് സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റിയ സമയവും സ്ഥലവും ഈ പ്രാക്ടീസിന് തിരഞ്ഞെടുക്കുക. കാരണം നമ്മൾ ബിസി ആയിട്ടിരിക്കുമ്പോഴോ ശബ്ദങ്ങൾക്കിടയിലോ അല്ലെങ്കിൽ നമുക്ക് അത്ര കാമായിട്ടിരിക്കാൻ പറ്റാത്ത ഒരു സ്ഥലത്തും അല്ലെങ്കിൽ ഒരു സമയത്തും ഇത് ചെയ്യാതിരിക്കുക. എന്നിട്ട് സ്വസ്ഥമായിട്ട് ഇരുന്ന് മൈൻഡിനെ ഒരു മിനിറ്റ് ഒന്ന് കാമാക്കിയതിന് ശേഷം ഒന്ന് ചിന്തിക്കുക, നമ്മളുടെ മൈൻഡിൽ എന്തൊക്കെയാണ് ആവർത്തിച്ച് വരുന്ന നെഗറ്റീവ് ചിന്തകളെന്ന്. അങ്ങനെയുള്ള എത്രത്തോളം ചിന്തകൾ നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അതിനെ ഓരോന്നായിട്ട് ആ പേപ്പറിലേക്ക് അങ്ങനെ എഴുതി വെക്കുക, നമ്പർ ഇട്ട് എഴുതി വെക്കുക. വിത്തൗട്ട് എനി ഫിൽട്ടർ, ജഡ്ജ്മെന്റ്, നമുക്ക് മനസ്സിൽ തോന്നുന്ന അതേപോലെ എഴുതി വെക്കുക. എക്സാമ്പിൾ, ഇപ്പോൾ എനിക്ക് ഈ ലൈഫിൽ ഒന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ എന്നോട് ആർക്കും സ്നേഹമില്ല, അല്ലെങ്കിൽ എനിക്ക് ലൈഫിൽ ഒരു കൺസിസ്റ്റൻസിയും ഇതുവരെ ഇല്ല, ലൈഫ് വളരെ സ്റ്റക്കായിട്ടിരിക്കുകയാണ് അല്ലേ, അതുപോലെ എനിക്ക് എന്നും ആരോഗ്യ പ്രശ്നങ്ങളാണ്. അങ്ങനെ എല്ലാം ഒരുപാട് പലതരം പ്രശ്നങ്ങൾ നമ്മളെ എഫക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും, നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ. അതൊക്കെ ഒരു ഒളിയും മറയുമില്ലാതെ എഴുതി വെക്കുക. ഇങ്ങനെ എഴുതുന്നതിന്റെ പ്രധാന ഉദ്ദേശങ്ങൾ ഒന്നെന്ന് പറഞ്ഞാൽ നമുക്കൊരു അവയർനെസ് ഉണ്ടാക്കുക. ഇതൊക്കെ എൻ്റെ നെഗറ്റീവ് ചിന്തകളാണ് എന്നൊരു ബോധവും അതുപോലെ അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയും വേണം. എങ്കിൽ മാത്രമേ നമുക്കതിനെ പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ പറ്റൂ. അത് നെഗറ്റീവ് ചിന്തയാണെന്നൊരു അറിവില്ലാത്തിടത്തോളം കാലം നമുക്കതിനെ മാറ്റി അവിടെ പോസിറ്റീവാക്കി മാറ്റാൻ പറ്റില്ല. എനിക്കാണെങ്കിൽ പോലും പല നെഗറ്റീവ് തോട്ട്സും എനിക്ക് തിരിച്ചറിയാൻ പോലും ടൈം എടുത്തിട്ടുണ്ട്. കാരണം നമ്മളുടെ മൈൻഡിൽ വളരെ കാലമായിട്ട് കയറിക്കൂടി അവ നമ്മളെ വിശ്വസിക്കുന്ന സത്യമായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പൊ അതെന്റെ ഒരു ചിന്തയുടെ പ്രശ്നമാണെന്നോ അല്ലെങ്കിൽ ഞാനത് നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നത് കൊണ്ടാണ് എൻ്റെ പ്രോബ്ലം എന്നോ ഒക്കെ എനിക്കത് പിന്നീടാണ് മനസ്സിലായതും അതിനുശേഷമാണ് എനിക്കതിനെ മാറ്റിയെടുക്കാനും പറ്റിയത്. ഓക്കെ, അപ്പൊ ഇനി പുതിയൊരു പേപ്പർ എടുക്കുക. ഈ നെഗറ്റീവ് തോട്ട്സുകളെല്ലാം എഴുതി കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ആ മൈൻഡിൽ നിന്ന് ആ ഒരു ഭാരത്തെ ഒന്ന് ഇറക്കി വെച്ച പോലെ ഇതെല്ലാം എഴുതി കഴിഞ്ഞതിന് ശേഷം പുതിയ ഒരു പേപ്പറും കൂടി എടുക്കുക, അല്ലെങ്കിൽ ജേർണലിംഗ് പേജിന്റെ നെക്സ്റ്റ് പേജ് എടുക്കുക. അതില് നിങ്ങൾ എഴുതിയ ഓരോ നെഗറ്റീവ് തോട്ട്സിനും പകരമായിട്ടുള്ള പോസിറ്റീവ് തോട്ട്സിനെ എഴുതി വെക്കുക. ശ്രദ്ധിക്കുക, നമ്മളിവിടെ ഫേക്ക് പോസിറ്റിവിറ്റിയിലല്ല എഴുതി വെക്കേണ്ടത്. നമ്മൾ എഴുതുന്നത് വിശ്വാസയോഗ്യമായിട്ടുള്ള കാര്യമായിരിക്കണം. എക്സാമ്പിൾ, ഇപ്പോൾ
ഞാൻ എഴുതിയിട്ടുണ്ട്, ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ വിജയിച്ചിട്ടില്ല എന്നൊരു നെഗറ്റീവ് തോട്ട്സ് എഴുതി. അപ്പോൾ എനിക്കതിനെ പോസിറ്റീവായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ലൈഫിൽ വിജയിച്ചു കഴിഞ്ഞു എന്നല്ല എഴുതി വെക്കേണ്ടത്. പകരം ഞാൻ ഓരോ ദിവസവും ഗ്രോ ചെയ്യുകയാണ്. ഇങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് അല്ലെങ്കിൽ സ്ഥിരതയോട് ശ്രമിച്ചാൽ ഉറപ്പായും ഞാൻ വിജയിക്കും, ഇങ്ങനെ എഴുതാം. അതുപോലെ എനിക്കൊരു കോൺഫിഡൻസും ഇല്ല എന്നതാണ് നിങ്ങളുടെ നെഗറ്റീവ് തോട്ടെങ്കിൽ എൻ്റെ ഓരോ ലൈഫ് എക്സ്പീരിയൻസിലൂടെയും ഞാൻ കൂടുതൽ കൂടുതൽ കോൺഫിഡൻ്റ് ആവുകയാണ്, ഇങ്ങനെ എഴുതി വയ്ക്കാം. അപ്പം ഇവിടെ നമ്മൾ കള്ളം പറയുന്നില്ല, പക്ഷേ നമ്മളുടെ പഴയ ലിമിറ്റേഷനെ നമ്മൾ പുതിയ പോസിബിലിറ്റിയിലേക്ക് മാറ്റുകയാണ്. അപ്പം ഇതാണ് ഒരു കോൺഷ്യസ് സ്ക്രിപ്റ്റിംഗ്. ഇത് വളരെ പവർഫുൾ ആണ്. നമ്മൾ ഓരോ പുതിയ ചിന്തകളും എഴുതുമ്പോൾ ആ പഴയ നെഗറ്റീവ് തോട്ട്സ് ഒന്ന് ക്രോസ് മാർക്ക് ചെയ്തുകൂടെ വിടാം കേട്ടോ. ഒന്നുകിൽ നമുക്ക് അതിൻ്റെ പുറത്തൂടെ ഒരു ലൈൻ വരയ്ക്കുക, അല്ലെങ്കിൽ അതിന് ജസ്റ്റ് ഒരു ക്രോസ് മാർക്ക് ചെയ്ത് വിടുക. അതുപോലെ പുതിയ തോട്ട് എഴുതിയില്ലേ, പുതിയ പോസിറ്റീവ് തോട്ട്സ് എഴുതി അതിന് ഒരു ടിക്ക് മാർക്ക് ഇടുകയോ അല്ലെങ്കിൽ അതിനൊരു സ്റ്റാർ മാർക്കോ അല്ലെങ്കിൽ ഒരു ഹാർട്ടോ ഒക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് സിംബോളിക്കായിട്ട് നമ്മുടെ മൈൻഡിന് അത് കുറച്ചും കൂടെ അക്സെപ്റ്റൻസ് കിട്ടും. കാരണം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംബൽസുകളെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. അത് ക്രോസ് ചെയ്ത് വിടുമ്പോൾ ഓക്കെ ഇതെനിക്ക് ആവശ്യമില്ലാത്തതാണ്, അത് തെറ്റാണെന്നും, ടിക്ക് മാർക്ക് ഇടുമ്പോൾ ഇതെനിക്ക് എന്തോ വേണ്ടുന്നതാണ് അല്ലെങ്കിൽ ഇത് ശരിയായ കാര്യമാണ് എന്നൊരു റിമൈൻഡർ നമ്മളുടെ മൈൻഡിൽ വരും. അപ്പോൾ ഇതൊക്കെ കുറച്ച് ടിപ്സുകളാണ്. അപ്പോൾ ഓരോ തവണയും നമ്മൾ ഇങ്ങനെ തോട്ട്സിനെ ഈ രീതിയിലേക്ക് ആഡ് ചെയ്ത് വിടുമ്പോൾ നമ്മളുടെ മൈൻഡിനൊരു പുതിയ മെസ്സേജ് കിട്ടുകയാണ്. ഞാൻ ആ പഴയ കഥയെ ഇനി വിശ്വസിക്കില്ല, അതിനെ ഞാൻ റിമൂവ് ചെയ്തിരിക്കുന്നു, അത് തെറ്റായിരുന്നു. അതുപോലെ ഞാൻ എൻ്റെ പുതിയ സ്റ്റോറീസ് അല്ലെങ്കിൽ പുതിയ ചിന്തകളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്, ഇനി ഞാൻ ഇതിനെയാണ് ഫോളോ ചെയ്യുന്നത് എന്ന്. അപ്പോൾ ഈ ഒരു പ്രാക്ടീസ് നമ്മൾ തുടർച്ചയായിട്ട് 21 ദിവസം ചെയ്യണം. അത് മസ്റ്റായിട്ടുള്ള കാര്യമാണ്. കാരണം ഒറ്റ ദിവസം ഇത് എഴുതി വെച്ചിട്ട് മറന്നു പോയിട്ട് കാര്യമില്ല. അവിടെ ഒരു മൈൻഡ് പ്രോഗ്രാമിങ്ങും അവിടെ നടക്കുന്നില്ല. നമ്മളിത് എല്ലാ ദിവസവും എഴുതേണ്ടതിൻ്റെ ആവശ്യവും ഇല്ല കേട്ടോ. കാരണം ഒരു പ്രാവശ്യം എഴുതി വെച്ചത് നമ്മൾ ആ എഴുതിയ പോസിറ്റീവ് തോട്ട്സുകളുണ്ടല്ലോ അതിനെ നമ്മൾ കണ്ടിന്യൂസ് 21 ദിവസം സ്വസ്ഥമായ ഒരു സമയം പ്ലാൻ ചെയ്തിട്ട് മനസ്സിരുത്തി അതിനെ വായിക്കുക. അതിലേക്ക് നമ്മളുടെ ഇമോഷൻസിനെ ആഡ് ചെയ്യുക. മനസ്സിലേക്ക് നമ്മൾ അത് ആഴത്തിൽ വായിച്ച് റിപ്പീറ്റഡ് ആയിട്ട് വായിച്ച് അതിനെ നമ്മളുടെ മൈൻഡിലേക്ക് കയറ്റുക. ആ പുതിയ ചിന്തകളിലേക്ക് നമുക്ക് ഇമോഷൻസ് കൊടുക്കുമ്പോൾ പതിയെ നമ്മൾ ആ ഒരു ഫ്രീക്വൻസിയിലേക്ക് എൻ്റർ ആകും. എപ്പോൾ നമ്മൾക്കൊരു നെഗറ്റീവ് തോട്ട്സ് വന്നാലും അതിനെ ഈ രീതിയിൽ പ്രോപ്പറായിട്ട് റീപ്ലേസ് ചെയ്ത് വിടുക. കാരണം നമ്മൾ പുതിയ സ്വപ്നങ്ങൾ നട്ടു വളർത്താൻ ശ്രമിക്കുമ്പോൾ നമുക്ക് നെഗറ്റീവ് ബിലീഫ്സുകൾ, പഴയ നെഗറ്റീവ് ബിലീഫ്സുകൾ ഉണ്ടെങ്കിൽ അതിനെ ഉറപ്പായും എടുത്തു കളയണം. നമ്മളൊരു പുതിയ ചെടിയൊക്കെ നട്ടു വളർത്തുമ്പോൾ അതിൻ്റെ ചുറ്റിലും വളരുന്ന കളകളെയൊക്കെ പറിച്ചു കളയില്ലേ, അതുപോലെ തന്നെ. അപ്പം അതാണ് ഈ ഒരു പ്രാക്ടീസിലൂടെ നമ്മൾ ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ കഥ ഇന്നിപ്പോൾ ഇവിടെ വെച്ച് തുടങ്ങിക്കോളൂ. ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.